നമസ്കാരം, മിനിയാസ് ഫീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം തീരെ ചെറിയ അല്ലികളാണ്. അപ്പോൾ ഇതൊന്ന് പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാട് തന്നെയാണ് അല്ലേ. അടുക്കള ജോലികളിൽ ഏറ്റവും പ്രയാസമുള്ള ജോലിയാണ് വെളുത്തുള്ളി പൊളിക്കൽ. എളുപ്പമുള്ള ജോലിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അല്പം മെനക്കെട്ട ജോലിയാണെന്ന് ഒരിക്കലെങ്കിലും ഇതുപോലെ ചെറിയ വെളുത്തുള്ളി പൊളിച്ചവർക്ക് അറിയാം. കുറച്ച് അധികം വെളുത്തുള്ളി പൊളിച്ചെടുക്കാനുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇതുപോലെ ചെറിയ അല്ലികളായിട്ട് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലൊരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി അല്ലികൾ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഹൈ ഫ്ലെയിം ഒന്നും വെക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഇളക്കി എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ചൂട് എത്തത്തക്ക രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ആ ചൂടൊന്ന് മാറി, അതായത് നമുക്ക് കൈകൊണ്ട് ഇതിൽ തൊടാൻ പറ്റുന്ന ഒരു ചൂടാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുണ്ടോ, വെളുത്തുള്ളി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പം തന്നെ കണ്ടോ മുഴുവനായിട്ടും ആ തോലെല്ലാം അടർന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്കുണ്ട് പെട്ടെന്ന് എല്ലാ വെളുത്തുള്ളിയുടെയും തൊലി ഇതുപോലെ നമുക്ക് അടർത്തി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വാടിപ്പോവോ അങ്ങനെ ഒന്നുമില്ല, ഇതിൻ്റെ ആ ഒരു പച്ചമണം നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ കുറേ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി, കേടാകാതെ ഇരുന്നോളും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് നമ്പർ 2. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പം ഇഡ്ഡലിക്ക് നല്ല പ്രത്യേക ഒരു രുചിയും ഒരു മണവും ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഇഡ്ഡലി വെക്കുമ്പം ആ അപ്പച്ചമ്പിൽ ഒഴിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് ഇതുപോലെ ചെറിയ ഒരു കീറ് വാഴയില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വാഴയില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇഡ്ഡലി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ ആ എടുക്കുന്ന ഇഡ്ഡലിക്ക് നല്ല ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയാണ്, കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 3. ഞാനിതുപോലെ ചെറിയൊരു പീസ് അലുമിനിയം ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെയുള്ള പീസുകളൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ കഴുകി ഉണക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ പീസ് വെച്ചിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് കൈകൾക്കൊക്കെ വേദനയൊക്കെ ഉണ്ടാകും അല്ലേ. ഇതുപോലെ കൈയുടെ ഈ ഒരു ഭാഗത്തൊക്കെ കുറേ അധികം ഉള്ളി പൊളിക്കാനുണ്ടെങ്കിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അരിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് കൈവേദനയൊക്കെ ഉണ്ടാകുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്താണ് വേദന ഉള്ളതെങ്കിൽ നമ്മൾ ഇതുപോലെ ആ അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് വെക്കുകയാണെങ്കിൽ നല്ലൊരു റിലീഫ് കിട്ടും കേട്ടോ പെയിനിനൊക്കെ. അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ വേദന ഉള്ള ഭാഗത്ത് ഇപ്പോൾ കൈയുടെ ഈ കുഴയ്ക്കൊക്കെ നല്ല വേദനയാണെങ്കിൽ ഇതേപോലൊരു കുറച്ച് വലിയൊരു ഫോയിൽ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴത്തേനും നല്ലൊരു ശമനം കിട്ടിയിരിക്കും നമ്മുടെ കൈയുടെ വേദനയ്ക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ അലുമിനിയം ഫോയിൽ പേപ്പറൊക്കെ ഫുഡൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവരുന്നത് നിങ്ങൾ കളയാതെ അത് കഴുകി ഉണക്കി എടുത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് മറ്റൊരു ഉപയോഗം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കൊതുകുകളൊക്കെ ധാരാളമായിട്ട് കാണുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വീട് പുകയ്ക്കാനും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരികളൊക്കെ കത്തിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഫോയിൽ പേപ്പർ ഇതിന് വേണ്ടി ഇപ്പോൾ പുതിയത് എടുക്കണമെന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞതുപോലെ പഴയ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. എന്നിട്ട് ഏതെങ്കിലും ഒരു ചെറിയൊരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് ആകട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് ആ ഗ്ലാസിൻ്റെ ഷേപ്പിൽ നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പിൽ കിട്ടും. നമ്മൾ ഏതാണോ ചെറിയ ബൗളൊക്കെ എടുത്താൽ ആ ബൗളിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ഈ ബാലൻസ് നിൽക്കുന്നതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട്. ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എങ്ങനെയാണോ തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ടാണെങ്കിൽ ആ രീതിക്ക് ഇതുപോലെ ഞാനിപ്പം കുറച്ച് എന്താ പറയുക കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുകെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തിരി ഇട്ടിട്ടൊന്ന് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കത്തിച്ച് ഇതിനകത്തേക്ക് കുറച്ച് കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കത്തിക്കുമ്പോഴൊക്കെ നമുക്ക് കൊതുകുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് പോകും. അപ്പം ചിരട്ടയോ അതല്ലെങ്കിൽ ചകിരിയോ ഒക്കെ നമ്മൾ എടുത്തായിരിക്കുമല്ലോ മിക്കവാറും പോയിക്കുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ചെറിയൊരു പാത്രത്തിൻ്റെ അല്ലെങ്കിൽ ചെറിയൊരു ചിരട്ടയുടെ ഒക്കെ ആ ഒരു എഫക്റ്റാണ് ഇത് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ എണ്ണ ഒഴിച്ച് ഇങ്ങനെ കത്തിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൊതുകൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങൾ ഈ ഫോയിൽ പേപ്പർ ഒന്ന് കളയാതെ പ്രയോജനപ്പെടുത്തി നോക്കുക കേട്ടോ.
ടിപ്പ് നമ്പർ 4. ഞാനിവിടെ ഈ പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. ഇത് 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഇത് കൂട്ട് 5 എണ്ണമാണ്, 5 പൂവാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നോക്കി ഇതിലെ പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ഇതളുകളൊക്കെ ഒന്ന് അടർത്തി നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ 5 പൂവും ഞാനിതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാവേ. മുട്ടോളം എത്തുന്ന മുടിയായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ അത് പലപ്പോഴും പലരുടെയും കാര്യത്തിൽ ഒരു ആഗ്രഹമായി മാത്രം ഒതുങ്ങി പോകാറാണ് പതിവ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊന്നും മുടി വളരണമെന്നില്ല. അതിനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. ഞാൻ പറഞ്ഞു വന്നത് കെമിക്കലുകളൊക്കെ വാങ്ങിച്ച് തലയിൽ തേക്കുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നല്ല ആരോഗ്യമുള്ള മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. മുടിയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും വളരെയധികം ശ്രദ്ധ കൊടുക്കണം. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കലുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ മുടിയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി പോകുമെന്നല്ലാതെ വലിയ ഗുണവും മെച്ചമൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എപ്പോഴും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഉലുവയും അതുപോലെ തന്നെ ചെമ്പരത്തിയൊക്കെ ആണെങ്കിൽ ഒത്തിരി മുടിയുടെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ചെമ്പരത്തി പൂവും ഉലുവയും കൂടി ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെമ്പരത്തി ഇലയുടെ ആ ഒരു കളറൊക്കെ ഈ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആ വേസ്റ്റ് ഒന്ന് കോരി മാറ്റാം കേട്ടോ. ഇപ്പം ഈ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നാരങ്ങ നീര് ഒഴിക്കുമ്പം തന്നെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു പിങ്ക് കളറായിട്ടിത് മാറുന്നതായിരിക്കും. ഇതുണ്ടല്ലോ, അപ്പം ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തണുക്കണം. തണുക്കുന്നോളം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ മുടി തഴച്ചു വളരാനും അതുപോലെ തന്നെ തലയിലെ താരം പോകാനും പിന്നെന്താ മുടി നല്ല കറുത്ത് നല്ല ഇടതൂർന്ന് വളരാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്ത ഈ ഒരു വെള്ളം ഞാൻ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്കും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ ആക്കിയ ശേഷം ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മുടി ഇഴകളിൽ നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. അപ്പോൾ താരനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തലയോട്ടിലേക്ക് ഇത് എന്താ പറയുക അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ താരനൊക്കെ പോകുന്നതായിരിക്കും. ആ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ കുളിക്കുമല്ലോ. അപ്പോൾ കുളിക്കുമ്പം നന്നായിട്ട് തന്നെ മുടി ഒലച്ച് തേച്ച് കഴുകിയിട്ട് കുളിക്കുക കേട്ടോ. ഷാമ്പു ഒന്നും ഇടണമെന്നില്ല. സാധാ രീതിയിൽ അങ്ങ് കുളിച്ചാൽ മതി. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഷാമ്പു ഇടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഷാമ്പു ഇടണമെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ മുടി ഇഴകളിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല സിൽക്കി ആയിട്ട് സ്മൂത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ മുടി വളരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ടിപ്പ് നമ്പർ 5. ഞാനിവിടെ 1 ബെയർ ആകട്ടോ എടുത്തേക്കുന്നത്. ഈ 1 ബെയറിനകത്തോട്ട് ഞാൻ 1 രൂപയുടെ ഒരു കോയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്നറിയോ? പറഞ്ഞുതരാം. അതായത് ബിഗിനേഴ്സായിട്ടൊക്കെ ഉള്ളവർക്ക് അരി അരിക്കാനും അതുപോലെ തന്നെ ഈ പയറ് കടല പരിപ്പ് ഇതിൻ്റെയൊക്കെ ഉള്ളിലെ കല്ലൊക്കെ നീക്കം ചെയ്തത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അറിയത്തില്ലായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഈ 1 രൂപ കോയിൻ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലാണല്ലോ അരിക്കുന്നത്. കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വേർതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ 1 രൂപ കോയിൻ ഇട്ടതിന് ശേഷം നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഇതിങ്ങനെ അരിച്ചരിച്ച് എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ലാസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, അപ്പോൾ ലാസ്റ്റ് ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പം ആ കോയിൻ്റെ അടിഭാഗത്തായിട്ട് ഈ കല്ലുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ കല്ലുകൾ വന്ന് കിടക്കും. ഇപ്പോൾ പലരും ഇങ്ങനെ അരിയൊക്കെ ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊന്നും അരിച്ചാൽ കല്ലൊന്നും കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ളവർ ഇതുപോലെ 1 രൂപ കോയിൻ ഇട്ടതിന് ശേഷം ഇങ്ങനെ നമ്മൾ ധാന്യങ്ങളൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 6. ഇതുപോലൊരു പ്ലേറ്റും ഗ്ലാസും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചാറുണ്ടെങ്കിൽ അച്ചാറിൻ്റെ ഒരല്പം ചാറ് എടുത്തിട്ട് ഇതിലോട്ടൊന്ന് കലക്കി കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതുകൊണ്ടല്ലോ സ്ട്രോബെറിയുടെ എസൻസ് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഒരു 2-3 ഡ്രോപ്പാണ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മളിത് ചേർക്കുന്നുള്ളൂ. ഇനി 2-3 നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തപ്പം കണ്ടോ നല്ലപോലെ ഒന്ന് എന്താ പറയുക പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾ കണ്ടോ ഈ പ്ലേറ്റിൽ കൂടി ഈച്ച നടക്കുന്നത് കണ്ടോ.
അപ്പം നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ, ഈച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ട്രാപ്പാണ്. അപ്പോൾ കുറച്ച് ശർക്കര എടുത്തിട്ട് ആ ശർക്കര ഞാൻ ഈ ഗ്ലാസിൻ്റെ സൈഡിലെല്ലാം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സൈഡിലും തേച്ച് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈച്ചകൾ ഇവിടെ ഉള്ളതൊക്കെ ഇങ്ങനെ പറന്ന് വന്ന് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വന്ന് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അധികം ഈച്ചയൊന്നുമില്ല. ഞാനിപ്പോൾ വീഡിയോ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തതേ ഉള്ളൂ. ഒട്ടും തന്നെ ഈച്ച ഇല്ലായിരുന്നു. പക്ഷേ എന്തായാലും ഉള്ള ഈച്ചയൊക്കെ ഞാനിത് റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഈച്ചകളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വളരെ ഈസി ആയിട്ട് നൊട്ടിക്കുന്ന സമയം കൊണ്ട് ഈച്ചകളെ മുഴുവനും നമുക്ക് എന്താ പറയുക കൊല്ലാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനുള്ളൊരു ട്രാപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇങ്ങനെ നമ്മൾ വെച്ചപ്പോൾ തന്നെ ഈച്ചകളൊക്കെ ഉള്ളതൊക്കെ വന്ന് ഇതിൻ്റെ വക്കിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അത് ഉള്ളിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതകത്തേക്ക് ഇങ്ങനെ വീഴുന്നതായിരിക്കും കേട്ടോ. അപ്പം നോക്കി ഇപ്പം തന്നെ കുറച്ച് ഒരു 3-4 എണ്ണം ഇതിലേക്ക് വീണിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ നോക്കിയപ്പം ഇതുകൊണ്ട് ഇത്രയും ഈച്ചകൾ ഇതിനകത്തേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ട് ഈച്ച ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഉള്ളതൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഈച്ചകൾ ഇങ്ങനെ നമുക്ക് ഈച്ചകളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പം ഈ രീതിക്ക് നിങ്ങൾ ഒരുപാട് ഈച്ചയൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ സിമ്പിളായിട്ട് ഈച്ചകളെ പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.